നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയം കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ പ്രവിശ്യയായ ബഗ്ലാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 300-ലധികം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇത് ഒരു ഏകദേശ കണക്കാണ്. ഇതിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് സൂചന. 1000-ലധികം വീടുകളാണ് പ്രാഥമിക അന്വേഷണത്തിൽ തകർന്നതായി കണ്ടെത്താൻ കഴിയുന്നത്. പലയിടത്തും കൃഷിഭൂമികളടക്കം അപ്രത്യക്ഷമാകുന്ന രീതിയിൽ, പാടെ ഒഴുകിപ്പോകുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. മരണസംഖ്യയും നാശനഷ്ടവും അതുപോലെ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ബഗ്ലാനിന് പുറമേ തന്നെ വടക്ക് കിഴക്കൻ പ്രവിശ്യയായ ബഡക്ഷാൻ, മധ്യമേഖലയായ ഖോർ, പടിഞ്ഞാറൻ മേഖലയിലെ ഹൊറാത്ത് എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുന്നുവെന്നാണ് താലിബാൻ വക്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം 5 ജില്ലകളെ തന്നെയാണ് ഈ മഴയും മിന്നൽ പ്രളയവും രൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസവും വെള്ളപ്പൊക്കവും മറ്റ് ബുദ്ധിമുട്ടുകളും അഫ്ഗാനിസ്ഥാനെ വളച്ചിരുന്നു. അതിനു മുൻപായി 24 മണിക്കൂറിന് മുൻപായി ഒരു ഭൂചലനം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ അഫ്ഗാനിസ്ഥാനെ ആകെ പിടിച്ചു കുലുക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മിന്നൽ പ്രളയത്തിലൂടെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. തിഷ്കാൻ ജില്ലയിൽ റോഡ് തന്നെ ഒഴുകിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 20,000-ലധികം ആളുകൾ താമസിക്കുന്ന ഒരു മേഖല തന്നെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പ്രളയത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനായി വ്യോമസേനയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബഗ്ലാനി ജാദിദ് ജില്ലയിൽ മാത്രം 1500 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുകയും നശിക്കപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. 100-ലധികം ആളുകളാണ് ഈ മേഖലയിൽ മാത്രം മരണപ്പെട്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ് ഇത്. വീടുകളിലൂടെ പ്രളയജലം കുത്തിയൊഴുകുന്ന വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് സമൂഹമാധ്യമത്തിലുടനീളം പ്രചരിക്കുന്നത്. ഗ്രാമങ്ങൾ പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അസാധാരണമായ ഒരു കാലാവസ്ഥ തന്നെയാണ് അഫ്ഗാനിസ്ഥാനെ വലയ്ക്കുന്നത്, അഫ്ഗാനിസ്ഥാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസം പകുതി മുതലുണ്ടായ ഈ അപ്രതീക്ഷിത പ്രളയത്തിൽ 100-ലധികം ആളുകൾക്ക് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഒരൊറ്റ പ്രളയത്തിലൂടെ 300-ലധികം ആളുകൾ മരണപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത്. വെള്ളിയാഴ്ച രാത്രി വരെ 62 പേർ മരിച്ചതായിട്ടാണ് താലിബാൻ സർക്കാർ വ്യക്തമാക്കിയത്. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വേർതിരിക്കാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നാണ് ശനിയാഴ്ച ദിവസം എക്സിലെ ഒരു പ്രസ്താവനയിലൂടെ താലിബാൻ വക്താവ് വ്യക്തമാക്കിയത്. 100 കണക്കിന് സഹപൗരന്മാർ ഈ വിനാശകരമായ വെള്ളപ്പൊക്കത്തിൽ കീഴടങ്ങിയെന്നാണ് താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദ് പറഞ്ഞത്. എന്നിരുന്നാലും ഒരു തരത്തിലും തങ്ങൾ പിന്നോട്ടില്ല. ഡസൻ കണക്കിന് ആളുകൾ മരണപ്പെട്ടെങ്കിൽ പോലും അവരെ രക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. ഇനിയും നിരവധി ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടി. പരിക്കേറ്റ 100-ലധികം ആളുകളെയാണ് സൈനിക ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. UN ഭക്ഷ്യ ഏജൻസിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലൊക്കെ ഭക്ഷ്യ വിതരണം നടത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ 4 കോടി ജനങ്ങളിൽ 80%-ലധികവും കർഷകരാണ്. അവരെയാണ് ഇതുപോലെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. ദുരന്തബാധിത മേഖലകളിലേക്ക് അടിയന്തര സേനയെ വിന്യസിച്ച് പരിക്കേറ്റവരെയും ഒറ്റപ്പെട്ടവരെയും രക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം നടത്തുന്നത്. ഈ അവസ്ഥയുടെ ഭീകരതയെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ചിത്രം തന്നെയാണ് താലിബാൻ വക്താവ് നൽകിയിരിക്കുന്നത്. ഭീകരമായ സാമ്പത്തിക നഷ്ടവും ഇതോടൊപ്പം സംഭവിച്ചുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് തങ്ങളുടെ സർക്കാർ നടത്തുന്നതെന്നും താലിബാൻ വക്താവ് ചൂണ്ടിക്കാട്ടി. മുറിവേറ്റവരെ മാറ്റിപ്പാർപ്പിക്കാനും മരണപ്പെട്ടവരെ കണ്ടെത്താനുമാണ് ഇപ്പോൾ നോക്കുന്നത്. രാജ്യത്തെ എയർഫോഴ്സ് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രദേശത്തെ സൈനിക ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സ നടത്തുന്നതെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അഫ്ഗാനിസ്ഥാനുടനീളമുള്ള പല പ്രവിശ്യകളിൽ 1-ലധികം വെള്ളപ്പൊക്കമുണ്ടായതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടക്കൻ ധഗർ പ്രവിശ്യയിലെ ഉദ്യോഗസ്ഥർ ശനിയാഴ്ച 20 പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച പെയ്ത മഴയിൽ വടക്ക് കിഴക്കൻ ബദക്ഷാൻ പ്രവിശ്യയിലും മധ്യ ഖോർ പ്രവിശ്യയിലും പടിഞ്ഞാറൻ ഹൊറാത്തിലും കനത്ത നാശനഷ്ടമുണ്ടായതായി അധികൃതർ തന്നെ പറയുന്നുണ്ട്. താരതമ്യേന വരണ്ട ശൈത്യകാലമുള്ള അഫ്ഗാനിസ്ഥാൻ മഴയെ ആഗിരണം ചെയ്യുന്നത് മണ്ണിന് കൂടുതൽ പ്രയാസകരമായി മാറുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെ ദുർബലമാണ് ഈ മേഖല. 4 ദശാബ്ദക്കാലത്തെ യുദ്ധം മൂലം വലിയ തോതിൽ നാശനഷ്ടങ്ങളും വിനാശകരമായ അവസ്ഥകളും അതിജീവിച്ച അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു പോവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.